ഹരിയോടൊപ്പത്തിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ മറ്റൊരു രൂപമായി പ്രകൃതിയെ കാണുന്ന ഒരു വിശ്വാസമാണ് ഹൈന്ദവ വിശ്വാസത്തിലുള്ളത്. അതുകൊണ്ടാവണം ഈ സൂര്യനും ചന്ദ്രനും മൃഗങ്ങളും സർപ്പവും ഒക്കെ നമ്മുടെ ആരാധനാ മൂർത്തികളായി മാറുന്നത്. പക്ഷേ ഈ പ്രകൃതിയെ ആരാധിക്കുന്നതിനെ കളിയാക്കുന്ന ഒരു രീതിയുമുണ്ട് നമ്മുടെ ഈ ആരാധനാ സമ്പ്രദായത്തെ. പക്ഷേ ഇത്രയും വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, പ്രകൃതിയെയും ദൈവമായി കാണുന്ന ആ ഒരു കാഴ്ചപ്പാടിൻ്റെ സാധ്യതകളെ ഇന്നത്തെ കാലഘട്ടം തുറന്ന മനസ്സോടെ പഠിക്കുകയും അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയല്ലേ ശരിക്കും വേണ്ടത്? ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഭക്തി എന്നത് വേറെ ആളിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് വിശ്വാസം ആയിട്ട് പറയപ്പെടുന്ന കുറേ ആളുകളിൽ നിന്ന് മാത്രം പകർന്നു കിട്ടുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ തലമുറയുടെയൊക്കെ പലപ്പോഴും ഭക്തി. പഴയ പൂർവിക കാലത്ത് നമ്മുടെ ഒക്കെ ആചാരങ്ങളോ അല്ലെങ്കിൽ ചിന്തകളൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ്. അതായത് നമുക്ക് കിട്ടിയ ഭാഗ്യം, അതായത് നമുക്കിവിടെ ജനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതൊരു മഹാഭാഗ്യമായല്ലോ. ചുറ്റും നിൽക്കുന്ന ഓരോരുത്തരും നമ്മളെക്കാളും എത്ര മഹത്തുക്കളാണ്, എനിക്കും ഇത്രയും അവസരം കിട്ടിയല്ലോ എന്നുള്ള നന്ദി സ്മരണയോടുകൂടിയാണ് അന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളെപ്പറ്റി അവർ കാണാറുള്ളത്. പ്രകൃതിയെ കാണുന്നത് അങ്ങനെയാണ്, പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെ കാണുന്നത് അങ്ങനെയാണ്. പ്രകൃതിക്ക് അപ്പുറേക്ക്, കാരണം നമുക്കറിയാം മഹാവിഷ്ണു എന്നുള്ള ഒരു അവതാരത്തെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനായിട്ട് ഒരൊറ്റ ഈശ്വരനിലേക്ക് അവതാരമാക്കി വെച്ചിരിക്കുകയാണ്. ആ മഹാവിഷ്ണു എന്നുള്ള ആ ഒരു ഈശ്വരനെ ഇരിക്കുന്നത് അനന്തൻ എന്നുള്ള ഒരു വലിയ നാഗത്തിൻ്റെ പുറത്താണ്. നമ്മൾ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, നാഗം, സർപ്പം എന്നുള്ളത് പ്രകൃതിയുടെ മറ്റ് ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ ഒരു പ്രതിരൂപമായിട്ടാണ് സർപ്പത്തെ പൂർവികകാലം തൊട്ട് തന്നെ കാണുന്നത്. അപ്പോൾ മറ്റ് ജീവികൾ എന്നുള്ള ഒരു വിശാലമായിട്ടുള്ള അനന്തമായിട്ടുള്ള ഒരു ജീവജാലങ്ങളുടെ അനന്തമായിട്ടുള്ള ഒരു പ്രകൃതിയുടെ ആ പ്രകൃതിയുടെ ഈശ്വരനാണ് മഹാവിഷ്ണു. അപ്പോൾ അവിടെ ഭഗവാൻ മഹാവിഷ്ണു എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചമായിട്ടാണ് കണക്കാക്കുക. അതായത് ഒരു ഭാഗത്ത് അനന്തതയാണ്, ആകാശമാണ്, ഭൂമിയാണ്, പാതാളമാണെന്നൊക്കെ പറയുന്നത് പോലെ അതിഭീകരം. എവിടെ നിന്നാണ് അനന്തത എന്ന് പറയുന്നത്? എവിടെ നിന്നാണ് തുടക്കമെന്നറിയില്ല, എവിടെയാണ് ഒടുക്കമെന്നറിയില്ല. അപ്പോൾ അത്രയും വിശാലമായിട്ടുള്ള ഒരു പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ ഭൂമി എന്നുള്ളൊരു ഗ്രഹം മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മൾ ചൊവ്വയിൽ വരെ എത്തി, അല്ലെങ്കിൽ നാളെ സൂര്യനിൽ വരെ എത്തില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ സൗരയൂഥങ്ങളിലേക്ക് അപ്പുറേക്ക് മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്ന അനന്തത നമുക്ക് ഭഗവാൻ തരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരുന്നു. ഇതേ പ്രാർത്ഥനയായിരുന്നു പഴയ കാലത്ത് തൊട്ട് അല്ലെങ്കിൽ പൂർവിക കാലത്ത് തൊട്ട് സന്ധ്യാവന്ദനം എന്ന് പറയുക. സന്ധ്യാവന്ദനത്തിൽ എന്താണ്? 2 സന്ധ്യകൾ ഒരു ദിവസമുണ്ട്. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സന്ധ്യ ആരംഭിക്കുമ്പോൾ, രാവിലെ സന്ധ്യ ആരംഭിക്കുമ്പോൾ സന്ധ്യയിൽ വന്ദിക്കുന്നത് ഇന്നെനിക്ക് അവസരം തന്നിട്ടുള്ള പ്രകൃതിയാണ്, ഈ ഭൂമിയെയാണ്, ഭൂമിയിൽ നിന്ന് നമുക്ക് വെള്ളം തന്ന വരുണനെയാണ്. അങ്ങനെ ലോകത്തുള്ള ഓരോ ചരാചരങ്ങളോടും നമ്മൾ വളരെയധികം നന്ദിയോടെ നമ്മൾ സ്മരിക്കുകയാണ്. വൈകിട്ട് വീണ്ടും അത് തന്നെയാണ്. ഇന്നെനിക്ക് ചെയ്യാൻ അവസരം തന്ന്, രാവിലെ പറഞ്ഞ പോലെ വൈകിട്ട് ഇന്നെനിക്ക് ഇത്രയൊക്കെ അവസരം തന്നല്ലോ. ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളും എന്തുമാത്രം എന്നോട് കരുണ കാണിച്ചു എന്ന് നമ്മൾ അവരോട് ഒബ്ലൈഡായിട്ട് നമ്മൾ പെരുമാറുകയാണ്. അപ്പോൾ എങ്ങനെ ഒരു മനുഷ്യൻ പെരുമാറണം, ചുറ്റുമുള്ളവർ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ള വാല്യം കൂടെ കണക്കാക്കിയിട്ടാണ് ഭാരതീയ രീതികൾ വച്ചിട്ടുള്ളത്. അതിനകത്ത് വെറും ഒരു ഭക്തി എന്നുള്ള വാക്കല്ല, പ്രപഞ്ചത്തെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു കർമ്മവും നിയോഗമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്നും മനസ്സിലാക്കാത്ത പുതിയ തലമുറയിലോ അല്ലെങ്കിൽ പുതിയ വിശ്വാസങ്ങളിലോ ഉള്ള ആളുകളെ സംബന്ധിച്ചോളം ഇതിനെ കുറ്റം പറയുന്നതിൽ എന്താണ് അർത്ഥം? അവർക്കറിയാത്ത കാര്യങ്ങളൊക്കെ ലോകത്ത് തെറ്റാണ് എന്ന് പറയുന്നവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താണ് ഇന്നലത്തെ പൂർവികത എന്ന് മനസ്സിലാക്കട്ടെ. അതല്ല, അവരിതൊന്നും മനസ്സിലാക്കാതെ പെരുമാറുകയാണ് എങ്കിൽ അത് അവരുടെ ചിന്തയ്ക്ക്, അവരുടെ കംഫർട്ടിൽ അവർ പോട്ടെ. പക്ഷേ നമ്മൾ സ്വയം മനസ്സിലാക്കുക, ഭാരതീയ സംസ്കാരങ്ങളിൽ കൂടെ നമ്മൾ പഠിക്കുന്ന ചുറ്റുമുള്ള പ്രപഞ്ചത്തെ, അവിടുത്തെ ഓരോ ജീവജാലങ്ങളെ, ഓരോന്നിനെയും നമ്മൾ മനസ്സിലാക്കി ബഹുമാനിച്ച് പോകുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ആ സംസ്കാരത്തെ വളർത്തിക്കൊണ്ടു വരാനുള്ള ആചാരങ്ങൾ നമ്മളിന്നും ശീലിക്കുന്നത് അതുതന്നെയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.